മാവേലിക്കരയിൽ പൂട്ടിക്കിടന്ന നിരവധി വീടുകൾ കുത്തിത്തുറന്ന് പണവും സ്വർണവും വിദേശ കറൻസികളും കവർച്ച നടത്തിയ കുപ്രസിദ്ധ മോഷ്ടാവ് പിടിയിൽ. മാവേലിക്കര പുന്നമൂട് ജംഗ്ഷന് കിഴക്കുവശം ആളില്ലാത്ത 4ഓളം വീടുകളുടെ മുൻവാതിൽ കുത്തിത്തുറന്ന് മോഷണം നടത്തിയ കേസിൽ സംസ്ഥാനത്തുടനീളം നിരവധി മോഷണ കേസുകളിൽ പ്രതിയായ കുപ്രസിദ്ധ മോഷ്ടാവ് തിരുവനന്തപുരം നെടുമങ്ങാട് തളിക്കോട് തടത്തരികത്ത് സജിന മൻസിൽ വീട്ടിൽ നിന്നും തിരുവല്ല കുറ്റപ്പുഴ പന്ത്രുമലയിൽ വീട്ടിൽ അബ്ദുൾ അസീസ് മകൻ റോയി എന്ന് വിളിക്കുന്ന നസീം എന്നയാളെ ചെങ്ങന്നൂർ ഡിവൈഎസ്പിയുടെ പ്രത്യേക അന്വേഷണ സംഘവും മാവേലിക്കര പോലീസ് ഇൻസ്പെക്ടർ സി ശ്രീജിത്തിന്റെ നേതൃത്വത്തിലുള്ള മാവേലിക്കര പോലീസും ചേർന്നാണ് വലയിലാക്കിയത്. ഈ കഴിഞ്ഞ 16-ാം തീയതിയാണ് കേസിനാസ്പദമായ സംഭവം നടക്കുന്നത്. മാവേലിക്കര പുന്നമൂട് ജംഗ്ഷന് കിഴക്കുവശം പോനകം ഭാഗത്ത് ആളില്ലാത്ത 4ഓളം വീടുകളുടെ മുൻവാതിൽ കുത്തിത്തുറന്ന് പണവും സ്വർണവും വിദേശ കറൻസികളും കവർച്ച ചെയ്യപ്പെട്ടു. മോഷണ വിവരം അറിഞ്ഞതിനെ തുടർന്ന് മാവേലിക്കര പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവി MP മോഹനചന്ദ്രൻ നായരുടെ നിർദ്ദേശപ്രകാരം ചെങ്ങന്നൂർ ഡിവൈഎസ്പി MK ബിനുകുമാറിന്റെ മേൽനോട്ടത്തിൽ മാവേലിക്കര പോലീസ് ഇൻസ്പെക്ടർ സി ശ്രീജിത്തിന്റെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച് അന്വേഷണം തുടങ്ങി. മോഷണം നടന്ന വീടുകളിലും പരിസരങ്ങളിലും നടത്തിയ ശാസ്ത്രീയ അന്വേഷണത്തിൽ മോഷ്ടാവ് രാത്രി ചങ്ങനാശ്ശേരിയിലെ പായിപ്പാട് എന്ന സ്ഥലത്തു നിന്നും മാവേലിക്കരയിലെത്തി മോഷണം നടത്തിയതായി മനസ്സിലാക്കി. തുടർന്ന് പായിപ്പാട്, കുറ്റപ്പുഴ, കവിയൂർ പ്രദേശങ്ങളിൽ പ്രാദേശികമായി നടത്തിയ രഹസ്യാന്വേഷണത്തിൽ കവിയൂർ പടിഞ്ഞാറ്റുംശ്ശേരിയിൽ വാടകയ്ക്ക് താമസിക്കുന്ന തിരുവല്ലക്കാരൻ റോയി എന്നയാളാണ് മോഷണം നടത്തിയിരിക്കുന്നതെന്ന വിവരം കിട്ടി. എന്നാൽ ഇയാളുടെ യഥാർത്ഥ പേര് പ്രദേശവാസികൾക്കോ ഇയാളുടെ അടുപ്പക്കാർക്കോ അറിയില്ലായിരുന്നു. വളരെ മാന്യനായി തിരുവല്ല കവിയൂർ എന്ന പ്രദേശത്ത് താമസിക്കുന്ന ഇയാൾ തന്നെയാണോ മോഷണം നടത്തിയതെന്ന് ആദ്യം ആശങ്കയുണ്ടാക്കിയെങ്കിലും തുടർന്ന് നടത്തിയ സാങ്കേതിക രീതിയിലുള്ള അന്വേഷണത്തിലും സമാന രീതിയിൽ മോഷണം നടത്തിയിട്ടുള്ള മുൻ മോഷ്ടാക്കളുടെ വിവരങ്ങൾ ശേഖരിച്ച് പരിശോധിച്ചതിൽ നിന്നുമാണ് നിരവധി മോഷണ കേസിൽ പ്രതിയായ റോയി എന്ന് വിളിക്കുന്ന നസീമാണ് ഈ മോഷ്ടാവെന്ന് തിരിച്ചറിഞ്ഞത്. പിന്നീട് നടത്തിയ അന്വേഷണത്തിനൊടുവിൽ ഇയാളെ തിരുവല്ലയിൽ നിന്ന് പിടികൂടുകയായിരുന്നു. തുടർന്ന് ഇയാളെ വിശദമായി ചോദ്യം ചെയ്തതിൽ നെടുമങ്ങാട് സ്വദേശിയായ ഇയാൾ തുടക്കത്തിൽ റബ്ബർ ഷീറ്റ് മോഷ്ടിച്ചാണ് പിടിക്കപ്പെട്ടത്. ജയിൽവാസം കഴിഞ്ഞിറങ്ങി വീണ്ടും മോഷണത്തിലേക്ക് ഇറങ്ങിത്തിരിച്ച ഇയാൾ ആളില്ലാത്ത വീടുകളുടെ മുൻവാതിൽ കുത്തിത്തുറന്ന് നിരവധി മോഷണം നടത്തിയതിന് പിടിയിലായി. വീണ്ടും ജയിലിൽ നിന്നും പുറത്തിറങ്ങി നെടുമങ്ങാട് നിൽക്കാൻ പറ്റാത്തതിനാൽ നെടുമങ്ങാട് നിന്നും റബ്ബർ ടാപ്പിംഗ് ജോലിക്കായി തിരുവല്ലയിൽ വന്നു. പിന്നീട് തിരുവല്ല സ്വദേശിനിയെ വിവാഹം കഴിച്ചു. വിവാഹശേഷം ചങ്ങനാശ്ശേരി, പായിപ്പാട്, വായ്പൂര് എന്ന സ്ഥലത്ത് ഒരു ജൂവലറി തുടങ്ങി. ബിസിനസ്സിൽ സാമ്പത്തിക ഞെരുക്കം വന്നപ്പോൾ വീണ്ടും മോഷണത്തിനായി ഇറങ്ങി. അങ്ങനെ തൃശൂർ, കോട്ടയം, തിരുവല്ല എന്നിവിടങ്ങളിൽ നിരവധി മോഷണം നടത്തിയതിന് പിടിക്കപ്പെട്ടു. ജയിൽവാസം കഴിഞ്ഞ് പുറത്തിറങ്ങിയ ശേഷം കവിയൂർ പടിഞ്ഞാറ്റുംശ്ശേരിയിൽ വാടകയ്ക്ക് താമസിച്ചുകൊണ്ട് കുറച്ചുനാൾ മോഷണമൊക്കെ നിർത്തിവെച്ചെങ്കിലും പണത്തിന് ബുദ്ധിമുട്ട് വരുന്ന സന്ദർഭത്തിൽ ഇടയ്ക്കിടെ മോഷണം നടത്തും. അങ്ങനെ അവസാനം 2019 കൊല്ലം കടക്കലിൽ മോഷണ ശ്രമത്തിനിടെ നാട്ടുകാർ പിടികൂടി പോലീസിലേൽപ്പിച്ചു. ജയിൽ മോചിതനായ ശേഷം നാട്ടിൽ വന്ന ഇയാൾ നെടുമങ്ങാട് തന്റെ കുടുംബോഹരി വിറ്റ് പണം കയ്യിലുണ്ടെന്ന് നാട്ടിൽ പറഞ്ഞു പരത്തിയിട്ട് ചെറിയ തുകകൾ മാസപ്പലിശയ്ക്ക് കൊടുക്കുന്ന ചെറുകിട ബ്ലേഡ് മുതലാളിയായി വിലസുകയായിരുന്നു. കൂടുതലായി ബിസിനസ് വിപുലപ്പെടുത്താൻ വീണ്ടും 2021 മുതൽ 2-3 മാസം കൂടിയിരിക്കുമ്പോൾ ദൂരസ്ഥലങ്ങളിൽ പോയി മോഷണം നടത്താൻ തുടങ്ങി. അങ്ങനെ പിടിക്കപ്പെടാതെ മുന്നോട്ട് പോകുമ്പോഴാണ് മാവേലിക്കരയിൽ വന്ന് മോഷണം നടത്തി ഇയാൾ പിടിക്കപ്പെടുന്നത്. കോഴിക്കോട്, തൃശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ നിരവധി മോഷണം നടത്തിയതായി ഇയാൾ കുറ്റസമ്മതം നടത്തിയിട്ടുണ്ട്. അവധി ദിവസങ്ങളിൽ ഉച്ചയോടെ തിരുവല്ലയിൽ നിന്നും KSRTC ബസ്സിൽ കയറി തൃശൂരിൽ ചെന്നിറങ്ങി അവിടെ നിന്നും വിവിധ സ്ഥലങ്ങളിലേക്ക് പോയാണ് മോഷണം നടത്തിയിരുന്നത്. അലക്കിത്തേച്ച വടിവത്ത മുണ്ടും ഷർട്ടും ധരിച്ച് കയ്യിൽ ഗോൾഡൻ കളർ റാഡോ വാച്ചുമൊക്കെ കെട്ടി ഒരു മോഷ്ടാവാണ് താനെന്ന് ഒരു സംശയവും തോന്നിപ്പിക്കാത്ത രീതിയിലാണ് ഇയാൾ മോഷണത്തിനായി പോകുന്നത്. മൊബൈൽ ഫോൺ മോഷണത്തിന് പോകുമ്പോൾ കൊണ്ടുപോകാതെ മോഷണം നടത്താൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് രാത്രി 10 മണിക്ക് മുമ്പായി എത്തി അവിടെയുള്ള ഏതെങ്കിലും ബാറിൽ കയറി മദ്യപിച്ച ശേഷം ഇടറോഡുകളിലൂടെ സഞ്ചരിച്ച് CCTV സ്ഥാപിച്ചിട്ടില്ലാത്തതും ആളില്ലാത്തതുമായ വീടുകളിൽ കുത്തിത്തുറന്ന് അകത്ത് കയറി കവർച്ച നടത്തും. വീടുകളുടെ വാതിലുകൾ തകർക്കാൻ ആവശ്യമായ ആയുധങ്ങൾ വീടിന്റെ പരിസരത്തു നിന്നോ സമീപത്തുള്ള വീടുകളിൽ നിന്നോ എടുത്ത് വാതിൽ തകർത്ത മോഷണം നടത്തി നേരം പുലരും മുമ്പ് ബസ് കയറി തിരികെ പോകുന്നതാണ് ഇയാളുടെ രീതി. മാവേലിക്കര പോലീസ് ഇൻസ്പെക്ടർ ശ്രീജിത്ത്, SI-മാരായ നൌഷാദ് E, അൻവർ സാദത്ത്, സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ ഗംഗാപ്രസാദ്, ഉണ്ണികൃഷ്ണപിള്ള, മുഹമ്മദ് ഷഫീഖ്, അരുൺ ഭാസ്കർ, സിവിൽ പോലീസ് ഓഫീസറായ അനന്തമൂർത്തി എന്നിവരടങ്ങിയ അന്വേഷണ സംഘമാണ് ഇയാളെ പിടികൂടിയത്. അറസ്റ്റ് രേഖപ്പെടുത്തി റോയി എന്ന നസീമിനെ മാവേലിക്കര ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി 1-ൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. കൂടുതൽ അന്വേഷണത്തിനായി ഇയാളെ കസ്റ്റഡിയിൽ വാങ്ങുന്നതാണ്.